പാർട്ട് ടൈമർ ആയിട്ടോ അതൊരു ഫുൾ ടൈമർ ആയിട്ടോ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് മന്ത്ലി 1 ലക്ഷം രൂപ സാലറിയും അതോടൊപ്പം തന്നെ ഫുൾ ടൈമർ ആയിട്ടാണെങ്കിൽ 3,40,000 രൂപ വരെ നേടാനുള്ള അവസരമാണ് കമ്പനി ഒരുക്കുന്നത്. ഇൻസെന്റീവായി ഇന്ന് ദുബായിൽ പ്രവർത്തിക്കുന്ന ചെറിയ സാലറി ഉള്ളവർക്കും അതോടൊപ്പം തന്നെ ജോലി ഇല്ലാത്തവർക്കും ഇവിടെ കേരളത്തിൽ 25 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ 6ാമത്തെ വെഞ്ചർ അല്ലെ, അതിന്റെ ഒരു ഭാഗമായിക്കൊണ്ടാണ് നമ്മൾ ദുബായിലേക്ക് ഒരു എക്സ്പാൻഷന്റെ ഭാഗമായിക്കൊണ്ട് 100 പേർക്ക് അവിടെ റിക്രൂട്ട്മെന്റ് നടത്തിക്കൊണ്ട് 1 ലക്ഷം രൂപ സാലറിയിൽ അവിടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയാണ് ഞങ്ങളവിടെ. അപ്പൊ അതിന്റെ ഭാഗമായിക്കൊണ്ട് അവിടെ ഓഫീസും അതോടൊപ്പം മറ്റ് അവിടെ ദുബായിൽ തന്നെ UAE ഒരുപാട് റിയൽ എസ്റ്റേറ്റ് തുടങ്ങാനുള്ള ആ ഒരു പുതിയ ഒരു പ്രൊജക്ട് ഭാഗമായിക്കൊണ്ടാണ് അവിടെ 100 പേരെ ഞങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് പുതിയ ഒരു കാൽവയ്പ് UAE നടത്തുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇപ്പൊ വന്നിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരും തന്നെ ലക്കി. കാരണം ആദ്യമായിക്കൊണ്ട് അവിടെ ഇനി ദുബായിൽ ബിസിനസ് തുടങ്ങുമ്പോൾ അതിന്റെ എല്ലാം തലപ്പത്ത് നിങ്ങളായിരിക്കും. അതിന് ഒരുപാട് പ്രൊജക്ടുകൾ ഇനി ദുബായിൽ നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി ഡിസംബർ 1-ാം തീയതി മുതൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിന്റെ കൂടെ തന്നെ പാർട്ട് ടൈമർ ആയിട്ടോ അതൊരു ഫുൾ ടൈമർ ആയിട്ടോ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് മന്ത്ലി 1 ലക്ഷം രൂപ സാലറിയും അതോടൊപ്പം തന്നെ ഫുൾ ടൈമർ ആയിട്ടാണെങ്കിൽ 3,40,000 രൂപ വരെ നേടാനുള്ള അവസരമാണ് കമ്പനി ഒരുക്കുന്നത് സാലറി പ്ലസ് ഇൻസെന്റീവ് ആയിട്ട്. ഒന്നുകൂടെ പറയാണ്, നിങ്ങൾക്ക് മന്ത്ലി പാർട്ട് ടൈമർ ആയിട്ടാണെങ്കിൽ 1 ലക്ഷം രൂപ സാലറിയും അതോടൊപ്പം തന്നെ ഫുൾ ടൈമർ ആയിട്ടാണെങ്കിൽ മന്ത്ലി ഒരു 3.4 അതായത് 40,000 റുപ്പീസ് 3,40,000 രൂപ വരെ ഏൺ ചെയ്യാനുള്ള ഒരു അവസരമാണ് കമ്പനി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മള് വർഷത്തില് സാധാരണ പറയണത് ഒരു മനുഷ്യൻ ഒരു മാസത്തില് 2 ദിവസമെങ്കിലും പൂർണ്ണമായിട്ടും ഫ്രീഡം നമുക്ക് 3 ഡേയ്സ് മനുഷ്യന് വേണമെന്ന് പറയുന്നുണ്ട്. ഒന്ന് ഫ്രീഡം ഡേയ്സ് ആണ്, സ്വാതന്ത്ര്യ മനുഷ്യൻ. അതായത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്നും നമ്മൾക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിൽ നല്ല വിട്ടു നിന്നുകൊണ്ടുള്ള 2 ദിവസങ്ങൾ മനുഷ്യന് വേണം ഒരു മാസത്തിൽ. അങ്ങനെ പറയുമ്പോൾ വർഷത്തിൽ 24 ദിവസമെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി വേണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ബ്രെയിൻ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഒന്ന് സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്ത് ഉന്നതങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നമ്മുടെ പല ആളുകളെ ശ്രദ്ധിച്ചപ്പോൾ എല്ലാ ദിവസവും ജോലിക്ക് പോകും, ബാക്കി സമയം കിടന്നുറങ്ങും, പിന്നെ കൂടി വന്ന് റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിക്കും, പിന്നെ വല്ല ഓണാഘോഷവും അങ്ങനെ മറ്റു ചില പരിപാടികൾ കാണണം. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു റിലാക്സേഷനോ മറ്റു കാര്യങ്ങളോ ഇന്ന് ഇവിടെ ഫോറിനേഴ്സ് ആരും ചെയ്തിട്ട് കാണുന്നില്ല. മാത്രമല്ല അത് കേരളീയരും ഇന്ത്യക്കാരും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആ ഒരു ഏറ്റവും വലിയൊരു സാധ്യതയെ കണ്ടുകൊണ്ട്, അതായത് മനുഷ്യന്റെ ഏറ്റവും വലിയ പെയിൻ പോയിന്റ് ആണ്. കാരണം മനുഷ്യന് ഫ്രീഡം ഡേയ്സ് എന്നുള്ളത് അറിവില്ല, അതിനെക്കുറിച്ച് ആരും പറഞ്ഞു കൊടുക്കാനുമില്ല. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ മാസത്തിലുള്ള 2 ദിവസങ്ങളെ കുറിച്ച് ഓൾറെഡി നമ്മൾക്കറിയില്ല. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ച് നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ 2 ദിവസത്തെ എങ്ങനെ വലിയൊരു അച്ചീവ്മെന്റ് ആക്കി മാറ്റാം, അല്ലെ നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ നേടാനുള്ള ഒരു അവസരമാക്കി എങ്ങനെ മാറ്റാം, ഇതാണ് ജസ്പേഡോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വയനാട്ടില് നമ്മളുടെ 7 ഏക്കറിൽ തുടങ്ങുന്ന ഇന്റഗ്രേറ്റഡ് ഫാമിങ്ങും അതോടൊപ്പം തന്നെ 5 ഏക്കറിലുള്ള നമ്മുടെ പ്രൊജക്റ്റും, അങ്ങനെ ടോട്ടൽ 12 ഏക്കറിൽ നമ്മുടെ ഒരു പുതിയൊരു പ്രൊജക്ട്, അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇന്ന് ഒരുപാട് പേർക്ക് ഇന്ന് ഏകദേശം 250ഓളം പേര് വയനാട്ടിൽ അവിടെ പല തസ്തികളായിട്ട് ജോലി ചെയ്യുന്നുണ്ട് നമ്മുടെ റിസോർട്ടിന്റെ ഭാഗമായി, അഗ്രികൾച്ചറിന്റെ ഭാഗമായി കൊണ്ട് തന്നെ. പക്ഷേ ഈ റിസോർട്ടിന്റെ പണി തീരുമ്പോൾ അവിടെ 300 പേർക്ക് പെർമനന്റ് ആയിട്ട് തൊഴിൽ നൽകാൻ നമ്മളെ കൊണ്ട് പറ്റുന്നു. അവിടെ മാനേജേഴ്സ് ആയിട്ടും അവിടെ മറ്റുള്ള റെസ്റ്റോറന്റിലും ഓഡിറ്റോറിയത്തിലും അതോടൊപ്പം തന്നെ അവിടുത്തെ റൂംസ് അല്ലെ റൂം ബോയ്സും അങ്ങനെ ഒരുപാട് ഏകദേശം 300 പേർക്കാണ് നമ്മൾ തൊഴിൽ നൽകാൻ വേണ്ടി പോണത്. അതോടൊപ്പം തന്നെ ആ 300 പേർക്ക് അവിടെ തൊഴിൽ നൽകുമ്പോൾ അതേസമയം
അതിന്റെ മാർക്കറ്റിംഗിന്റെ ഭാഗമായിക്കൊണ്ട് 300 പേർക്ക് നമ്മളിവിടെ ജോബ് അവസരം നൽകുകയാണ്. ആ 300 പേരെന്ന് പറയുമ്പോൾ 200 പേര് ഇന്ത്യയിലും 100 പേര് UAE-യിലുമാണ്. അപ്പൊ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് പെർ മന്ത് 1 ലക്ഷം രൂപ സാലറിയാണ് നിങ്ങൾക്ക്. ഈ പെർ മന്ത് സാലറി എന്ന് പറയുമ്പോൾ UAE-യിൽ 100 പേർക്ക് 1 കോടി രൂപയും, അതോടൊപ്പം തന്നെ ഇന്ത്യയിലും 200 പേർക്കാണ്. അതിന് ഇന്റർവ്യൂ നാളെ വെച്ചിട്ടുണ്ട്. നാളെ ലുമിനാര ഹോട്ടലിലാണ് ഇതിന് ഇന്റർവ്യൂ വെച്ചിട്ടുള്ളത്, അതിന്റെ പ്രോഗ്രാം വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ പ്രൊജക്ടിനെ കുറിച്ച് 200 പേരെ ഇന്റർവ്യൂ ചെയ്യാന്ന് വെച്ചാൽ അത് പ്രാക്ടിക്കൽ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളവിടെ നാളെ ഒരു വലിയ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നു. അതിലൂടെ ഇതിനെ കുറിച്ചുള്ള അവയർനെസ് നൽകിക്കൊണ്ട് തിങ്കള് ചൊവ്വ ഈ 2 ദിവസങ്ങളില് നമ്മുടെ എടപ്പള്ളി ഓഫീസിൽ ഇന്റർവ്യൂ വെച്ചിട്ടുണ്ട്. തിങ്കള് ചൊവ്വ പിന്നെ വരുന്നത് വെള്ളി, ഈ 3 ദിവസങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ 3 ദിവസങ്ങളിൽ നിങ്ങൾക്ക് അവിടെ ഇതിൽ നിന്നും സെലക്ട് ചെയ്ത ആളുകൾക്ക് അവിടെ വരാം. നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്യണം. സൈൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 1-ാം തീയതി പ്രവേശിക്കാം. അപ്പൊ അതിൽ പറയുന്ന കാര്യങ്ങൾ, അതിലൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അത് ആ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അടുത്ത ഒരു 11 മാസത്തേക്കുള്ള ഒരു ജോബ് കോൺട്രാക്ട് ആയിരിക്കും അത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 1 ലക്ഷം രൂപ സാലറിക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോ നാളത്തെ പ്രോഗ്രാം കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മള് തിങ്കള് ചൊവ്വ വെള്ളി ഈ 3 ദിവസങ്ങളിലാണ് പ്രോഗ്രാം. അവിടെ ഓഫീസിൽ എടപ്പള്ളി ലുലു മാളിന്റെ ഓപ്പോസിറ്റ് അസറ്റ് കോറിഡോറിൽ ഓഫീസ് വരുന്നത്, അവിടെ വെച്ചായിരിക്കും കോൺട്രാക്ട് സൈൻ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ അടുത്ത ഒരു ദിവസം കൂടി സൂമിൽ മീറ്റിംഗ് നമ്മൾ നടത്തുന്നുണ്ടാവും. അതിനുശേഷം ദുബായില് അൽബുസ്ഥാൻ ഹോട്ടലിൽ വെച്ച് ഇതിൽ നിന്ന് വില്ലിംഗ് ആയിട്ടുള്ള ആളുകളെ അൽബുസ്ഥാൻ വെച്ച് റിക്രൂട്ട് ചെയ്തുകൊണ്ട് അവിടെ വെച്ച് നമ്മൾ കോൺട്രാക്ട് നിങ്ങളുമായി സൈൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിസംബർ 1-ാം തീയതിയാണ് നമ്മൾ ഇവിടെ നമ്മുടെ ഈ ഒരു പ്രൊജക്ടിലേക്ക്, ഈ ഒരു ജോബിലേക്ക് പ്രവേശിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാന്നുള്ള ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. എല്ലാ ദിവസവും ഓഫീസിലേക്ക് വരേണ്ടതില്ല. ഓക്കെ, ഡെയിലി വരേണ്ട. നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ, ഏത് ലോകത്തിലൊന്നും പ്രശ്നമല്ല. പക്ഷെ അത് നിങ്ങളെ മോണിറ്റർ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ട പണി ഇത്രയേ ഉള്ളൂ. ഡെയിലി ഒരു ബിസിനസ്, ഡെയിലി ഒരു സെയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ റിസോർട്ടിലേക്കുള്ള താമസിക്കാനുള്ള 20,000 രൂപയുടെ ഒരു അക്കോമഡേഷൻ പാസ് ഉണ്ട്. അത് മറ്റുള്ളവർക്ക് എത്തിക്കാന്നുള്ള ഏറ്റവും വലിയ, എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ, ഒരു മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു പ്രവൃത്തി. ആ മറ്റുള്ളവരെ സഹായിക്കുന്നത് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലേക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി, ഒരു ദിവസം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി, അല്ലെ, അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ആ ഒരു പുണ്യപ്രവൃത്തി, അത് നമ്മൾ ലാഭത്തോടു കൂടി ചെയ്യുമ്പോൾ അതൊരു ബിസിനസ് ആയിട്ട് മാറി, അല്ലെ. അപ്പൊ അതിനു വേണ്ടി അവരെ ഒന്ന് കൺവിൻസ് ചെയ്തെടുക്കണം. അത് അവിടെ താമസിച്ചാൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിലൂടെ കിട്ടുന്ന എന്തൊക്കെയാണെന്നുള്ളത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടുത്തെ എന്താണ് റിസോർട്ട് എന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നിങ്ങളായിട്ട് പറയുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ നിങ്ങൾ സാധാരണ പല റിസോർട്ടിൽ പോയിട്ടുണ്ടാവും. പക്ഷേ ഇതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്ന 4 കാര്യങ്ങളുണ്ട്. അത് ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് 4 കാര്യങ്ങളാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. 1, നമുക്ക് ആരോഗ്യം വേണം. 2, നമുക്ക് സമ്പത്ത് വേണം. 3, നമുക്ക് ശാന്തിയും സമാധാനം സന്തോഷം വേണം. 4, ലെഗസി, അല്ലെ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തൊക്കെയുണ്ടോ അത് നമ്മളുടെ മക്കൾക്ക് കൈമാറ്റം ചെയ്യപ്പെടാനുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ആരോഗ്യം തന്നെയാണ്. ആരോഗ്യം. അപ്പൊ എന്താണ് ആരോഗ്യം? അല്ല, ഇപ്പൊ നമ്മുടെ ഈ റിസോർട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇതിന്റെ റൂഫ് നമ്മൾ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ഒറിജിനൽ ഗ്രാസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് കിട്ടുന്ന ഹെൽത്ത് ബെനിഫിറ്റ് എന്തൊക്കെയാണ്, ഇത് അടുത്ത ദിവസം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ടാമതായിട്ട് ഇതിന്റെ ഇൻസൈഡ് മഡ് പാക്ക് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്. മൂന്നാമത്തത് അവിടെ സ്വിമ്മിംഗ് പൂള്. ഈ സ്വിമ്മിംഗ് പൂള് നമ്മൾ കുളിച്ചാൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണ്. അതോടൊപ്പം തന്നെ നമുക്കവിടെ ഒരു സാൻഡൽവുഡ് ഒരു ഫോറസ്റ്റ് നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോറസ്റ്റിൽ താമസിച്ചാൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണ്. അതോടൊപ്പം 7 ഏക്കർ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്, അല്ലെ, ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്. അങ്ങനെ തികച്ചും ഓർഗാനിക്, അതായത് പായന്റെ അരോമ തെറാപ്പി, ഇതുകൊണ്ട് ഗുണങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ ഒരുപാട് ബെനിഫിറ്റുകൾ കിട്ടുന്ന, അതായത് ഇനി ഹോസ്പിറ്റലിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി, അല്ലെ, നമുക്കറിയാം നമ്മളെല്ലാവരും അസുഖം വന്ന ഹോസ്പിറ്റലിൽ പോകുന്നവരാണ്. പക്ഷേ അസുഖം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അല്ലെ, അസുഖം വരാതിരിക്കാൻ. അങ്ങനെ അസുഖം വരാതിരിക്കാനുള്ള ഒരു വെൽനസ് ക്യാമ്പസ് ആണ് ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് ആൻഡ് ബിൽഡേഴ്സിന്റെ
നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ. ഇത് വയനാട് 5 ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത്. 5 ഏക്കറിൽ നമ്മൾ 5 സെന്റ് ലാൻഡ് ആക്കി 90 റിസോർട്ടുകളാണ് അവിടെ വരുന്നത്. അപ്പൊ അവിടെ താമസിക്കാനായിട്ട് ഒരു ഗസ്റ്റ് വന്നാൽ കിട്ടുന്ന ഗുണങ്ങൾ അവരുടെ ജീവിതത്തിൽ വലിയൊരു വെളിച്ചം നമ്മൾ വീശുകയാണ്. അപ്പൊ അങ്ങനെ വരാനായിട്ട് അവർ ചെലവാക്കേണ്ട തുക 20,000 റുപ്പീസ് ആണ്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ കമ്പനി ഇത് ഓപ്പൺ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ അവിടെ വരാനുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇപ്പൊ അവിടെ വന്ന് താമസിക്കുന്നവർക്ക് ജനുവരി മാസം മുതൽ താമസിക്കാൻ വേണ്ടി അക്കോമഡേഷൻ പാസ് എടുക്കുന്നവർക്ക് ഇതിന്റെ കൂടെ 20,590 രൂപയുടെ ഒരു കോംപ്ലിമെന്റ് ആയിട്ട് ഒരു വെൽനസ് പ്രോഡക്റ്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ ഇവിടുത്തെ റിസോർട്ടിൽ വന്ന് താമസിക്കാനായിട്ട് 100% ഫ്രീ ആയിട്ട് താമസിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള ഒരു വലിയ ഓഫറോട് കൂടിയിട്ടാണ് നമ്മൾ ഇത് ലോഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോണത് നിങ്ങളിപ്പോ എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു വരുമാനം കിട്ടുന്നുണ്ട്. പക്ഷെ ആ വരുമാനത്തിന് കുഴപ്പമുണ്ട്. അത് നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ മാത്രമേ കിട്ടുന്നുള്ളൂ. നിങ്ങൾ ജോലിക്ക് പോകാത്തപ്പോൾ അത് കിട്ടുന്നില്ല. പക്ഷേ ഇതിൽ നിങ്ങൾ 2, 3, 4 മാസം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിലും റെക്കറിംഗ് ആയിട്ട് ഒരു വരുമാനം കിട്ടുകയാണ്. അതായത് ഒരിക്കൽ ചെയ്ത ജോലിക്ക് പിന്നെയും അവിടെ ആളുകൾ താമസിക്കുന്നതിലൂടെ വരുമാനം കിട്ടാവുന്ന രീതിയിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അതായത് ഒരു വർഷം നിങ്ങളൊന്ന് ഇത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഒരു വർഷം ഈ സാലറി വാങ്ങാൻ നിങ്ങൾ റെഡി ആയാൽ, ഈ സാലറി നിങ്ങൾക്ക് എലിജിബിൾ ആയി കഴിഞ്ഞാൽ ഒരു പക്ഷേ 2027 എന്താണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നിങ്ങൾ മുന്നിൽ തുറന്നിരുന്നത് വെറും ഒരു ജോലിയല്ല, ഇത് ജീവിതത്തിന്റെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യാനുള്ള അവസരം കൂടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ നമ്മള് അൽബുസ്ഥാനിൽ വെച്ച് അടുത്ത ഇന്റർവ്യൂ ഉണ്ട്, ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. അപ്പൊ അവിടെ വെച്ച് നിങ്ങൾ വില്ലിംഗ് ആണ്, കോൺട്രാക്ട് സൈൻ ചെയ്യാൻ. ഡിസംബർ 1-ാം തീയതി മുതൽ നമ്മൾ തുടങ്ങുകയാണ് പുതിയൊരു മാറ്റം, പുതിയൊരു മാറ്റത്തിലേക്കുള്ള തുടക്കം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും നേരെയാണ്. അപ്പൊ ഒരു കാര്യം, ഇന്ത്യയിൽ നമുക്ക് നാളെ എറണാകുളം ലുമിനാര ഹോട്ടലിൽ വെച്ച നമ്മുടെ പ്രോഗ്രാം ഒരു പക്ഷെ അത് ലൈവ് നമ്മൾ ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ ലിങ്ക് നിങ്ങൾക്ക് ഇട്ടുതരാം. അപ്പോൾ നാളത്തെ പ്രോഗ്രാം രാവിലെ 9:30 തുടങ്ങിയിട്ട് വൈകിട്ട് 5:30 വരെയാണ്. അപ്പൊ ആ പ്രോഗ്രാമിൽ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ചെയ്തുകൊണ്ട് 200 പേരെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം 22-ാം തീയതി അൽബുസ്ഥാനിൽ വെച്ചിട്ടും നമ്മൾ ഫൈനലായിട്ട് അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു കാര്യം കൂടെ പറയണം. ആദ്യത്തെ 100 പേർക്ക് അവസരം. ഇന്നലെ ഏകദേശം 86 പേര് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള 77 പേരാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്നും യൂസ് ചെയ്തിട്ട് ഒരു 100 പേർക്കാണ് തൽക്കാലം നമ്മൾ ദുബായിലേക്കും 200 പേർക്ക് ഇന്ത്യയിലും ചെയ്യുന്നു. ഓക്കെ, അതിന് 300 പേരെ വെച്ചുകൊണ്ടുള്ള വലിയൊരു നമ്മുടെ റിസോർട്ടിന്റെ ആ വലിയ പ്രൊജക്ട് നമ്മൾ തുടങ്ങുകയാണ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഇതിൽ കൂടുതൽ അറിയണമെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തിട്ട് ചോദിച്ചാൽ അത് പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു പ്രൊജക്ടിന്റെ ഒരു ഡീറ്റെയിൽ അല്ലെ, ഒരു നല്ലൊരു എക്സ്പ്ലനേഷൻ തന്നെ നമ്മളുടെ ഗ്രേറ്റ് മാനേജിംഗ് ഡയറക്ടറിലൂടെ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. വളരെ സന്തോഷം. കാരണം ഇന്ന് നമുക്ക് നൽകപ്പെട്ട ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ മാക്സിമം ഉപയോഗപ്പെടുത്താനായിട്ട് നിങ്ങൾക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും അതൊരു വലിയ ഒരു അച്ചീവ്മെന്റിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ ഏറ്റവും നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് മാറട്ടെ. അപ്പം താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ ഓൾ. ഹാവ് എ നൈസ് ഡേ. കീപ് ഓൺ അപ്ഡേറ്റിംഗ്, കീപ് ഓൺ ഡൂയിങ്, കീപ് ഓൺ. Okay, thank you so much.